Dear students, welcome to another session. This is part 8 of module 1. Today we will discuss about operator precedence and associativity in Python. So എന്താണ് operator precedence? അതിൻ്റെ definition നോക്കാം. Precedence determines which operator is evaluated first in an expression. നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പ്രഷനിൽ there can be different operators. ഓരോ ഓപ്പറേറ്റേഴ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ റാങ്ക് അനുസരിച്ചാണ്. ഓപ്പറേറ്റേഴ്സ് വിത്ത് ഹയർ പ്രെസിഡൻസ് ആർ ഇവാലുവേറ്റഡ് ബിഫോർ ദോസ് വിത്ത് ലോവർ പ്രെസിഡൻസ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5 + 8 × 4. ഇത് രണ്ട് രീതിയിൽ നോക്കാം. 5 + 8 ആദ്യം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 5 + 8 which is 13, then 13 × 4 which is 52. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 8 × 4 which is 32, then addition 5 + 32 which is 37. ഇതിൽ ഏതാണ് കറക്റ്റ്? 37 ആണ് കറക്റ്റ് ആൻസർ. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഹാവ് ഹയർ പ്രെസിഡൻസ് ഓഫ് പ്രിഫറൻസ് ഓവർ ദ അഡിഷൻ ഓപ്പറേറ്റർ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കാം, ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി. ആദ്യം തന്നെ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 50 / 5 × 2. ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സിനും സെയിം പ്രസിഡൻസ് ആണ് അല്ലെങ്കിൽ സെയിം റാങ്ക് ആണ്. സോ ഈ എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇങ്ങനെ ഒരു സ്റ്റേജിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 / 5 which is 10. Then it is multiplied with 2 and the answer is 20. Right to left evaluate ചെയ്യുകയാണെങ്കിൽ 5 × 2 which is 10. Then 50 / 10 it is 5. So ഇതിൽ ഏതാണ് കറക്റ്റ്? For this statement valid order is left to right. So correct answer is 20. This is called associativity. Associativity determines the order of evaluation when operators have the same precedence. ഒരേ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ ഉണ്ട്, ആ ഓർഡറിനെയാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓരോ ടൈപ്പ് ഓപ്പറേറ്റേഴ്സിനും അസോസിയേറ്റിവിറ്റിയിൽ ഡിഫറൻസ് വരാം. ഇറ്റ് ക്യാൻ ബി ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിളിന് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. This the precedence table. Parenthesis operator have highest precedence and its associativity is left to right. After that, exponentiation operator or power operator and its associativity is from right to left. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഓപ്പറേറ്റേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും ഓപ്പറേറ്റേഴ്സ് പ്രസിഡൻസ് എങ്കിലും പഠിച്ചിരിക്കുക. അത് ഓർഡറിൽ തന്നെ പഠിച്ചെഴുതുക. ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് അസൈൻമെൻറ്റ് ആൻഡ് കോമ്പൗണ്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദേ ഹാവ് ലോവസ്റ്റ് പ്രസിഡൻസ്. ഓക്കെ, പ്രസിഡൻസ് എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഡെഫിനേഷൻ, ദെൻ അസോസിയേറ്റിവിറ്റി എന്താണെന്നുള്ള പറയുക. ദെൻ അറ്റ്ലീസ്റ്റ് ഇത്രയും ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടെങ്കിലും ഒരു ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 1, 5 + 3 multiplied with 2. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഹാവ് ഹയർ പ്രസിഡൻസ്. സോ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. 3 × 2 which is 6. Then addition 5 + 6, the answer is 11. സെക്കൻഡ് എക്സാമ്പിൾ, അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. 5 + 3 that is in parenthesis, that is within parenthesis, then multiplied with 2. our table check ചെയ്യുക. parenthesis have higher precedence,
സോ ഫസ്റ്റ് പരാന്തസിനകത്തുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, 5 + 3 that is 8. After that multiplication, 8 into 2 which is 16. So answer is 16. So അവിടെ പാരാന്തസിസ് കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത എക്സ്പ്രഷനിൽ പാരാന്തസിസ് കൊടുത്തപ്പോൾ അവിടെ ആൻസറിന് വ്യത്യാസം വന്നു, ഓർഡർ ഓഫ് എക്സിക്യൂഷനിൽ വ്യത്യാസം വന്നു. ഓക്കെ, then example 3, 4 power to 2 multiplied with 3. Again check the table. അവിടെ 2 ഓപ്പറേറ്റേഴ്സാണ് നമ്മുടെ എക്സ്പ്രഷനിലുള്ളത്, പവർ ടു ഓപ്പറേറ്റർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്റർ ഹാവ് ഹയർ പ്രെസിഡൻസ് ഓവർ മൾട്ടിപ്ലിക്കേഷൻ. സോ നമ്മുടെ എക്സ്പ്രഷനിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതാണ് 4 to the power 2 which is 16. Then multiplication, 16 into 3, answer is 48. Then example 4, 1 power to 3 power to 2 power to 3. അവിടെ ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ പവർ ടു ഓപ്പറേറ്റർ ആണ്. ദെൻ ഓർഡർ ഓഫ് ഇവാലുവേഷൻ എങ്ങനെയാണ്? ചെക്ക് ദ ടേബിൾ. എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി, ഇറ്റ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, സോ എക്സിക്യൂഷൻ നോക്കുക. 2 to the power 3 which is 8. In the next step, 3 to the power 8 which is 6561. Finally, 1 to the power 6561 which is 1. So order of evaluation important ആണ്. നമ്മളവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. സോ അസോസിയേറ്റിവിറ്റി കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, then example 5, 4 into 2 power 3. In this expression, power to operator have higher precedence. So 2 to the power 3 is 8. After that multiplication, 4 into 8, answer is 32. Example 6 and 7 നിങ്ങൾ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എക്സാമ്പിൾ 6 ആൻസർ കിട്ടുന്നത് 512 ആണ്. ചെക്ക് ചെയ്യുക. ദെൻ എക്സാമ്പിൾ 7 ആ ഒരു എക്സ്പ്രഷനിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ടേബിൾ ചെക്ക് ചെയ്യുക. ദീസ് ഓപ്പറേറ്റേഴ്സ് ഹാവ് സെയിം പ്രെസിഡൻസ് ബട്ട് അസോസിയേറ്റിവിറ്റി ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ആൻസർ വിൽ ബി 1. ദെൻ എക്സാമ്പിൾ 8 നോക്കാം. ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. 5 greater than 2 is true. Then 2 less than 1 ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. ദെൻ യൂസിങ് ദ ഇക്വാലിറ്റി ഓപ്പറേറ്റർ അവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വാസ് ട്രൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഫോൾസ്. ട്രൂ ഈക്വൽ ടു ഫോൾസ്, രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. ലാസ്റ്റ് എക്സാമ്പിൾ 9. Expression is 5 less than 2 within parenthesis equal to 2 less than 1. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും വിത്തിൻ പാരാന്തസിസ് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ചെക്കിംഗ് ദ ഇക്വാലിറ്റി. അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് ട്രൂ. എന്തുകൊണ്ടാണ് ട്രൂ വരുന്നത്? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ്. സോ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.